വൈറൽ ഹെപ്പറ്റൈറ്റിസ് അറിയാം, പ്രതിരോധിക്കാം. വൈറൽ ഹെപ്പറ്റൈറ്റിസ് കരളിനെ ദോഷകരമായി ബാധിക്കുന്നു. തക്ക സമയത്ത് കണ്ടെത്തി ചികിത്സിച്ചില്ല എങ്കിൽ കരളിലെ അർബുദത്തിനും കരളിന്റെ പ്രവർത്തനം നിലയ്ക്കുവാനും ഇത് വഴിവെക്കാം. വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബാധയെക്കുറിച്ച് അറിഞ്ഞിരിക്കൂ. രോഗബാധയിൽ നിന്നും രക്ഷ നേടൂ. വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ, ബി, സി, ഡി, ഇ. ഹെപ്പറ്റൈറ്റിസ് എ, ഇ എന്നിവ മലിനമായ വെള്ളം, ആഹാരം എന്നിവ വഴി പകരുന്നു. ഹെപ്പറ്റൈറ്റിസ് ബി, സി, ഡി എന്നിവ രക്തം, മറ്റ് ശരീരസ്രവങ്ങൾ വഴി പകരുന്നു. ഹെപ്പറ്റൈറ്റിസ് ബി രോഗബാധയുള്ളവർക്ക് മാത്രം ഡി രോഗബാധയുണ്ടാകുന്നു. ഹെപ്പറ്റൈറ്റിസ് എ, ഇ എന്നിവ എങ്ങനെ തടയാം? തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. ആഹാരത്തിനു മുമ്പും മലമൂത്ര വിസർജനത്തിനു ശേഷവും കൈകൾ സോപ്പുപയോഗിച്ച് കഴുകുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകി ഉപയോഗിക്കുക. കുടിവെള്ള സ്രോതസ്സുകൾ കൃത്യമായ ഇടവേളകളിൽ ക്ലോറിനേറ്റ് ചെയ്യുക. പരിസര ശുചിത്വം പാലിക്കുക. ഹെപ്പറ്റൈറ്റിസ് ബി, സി എന്നിവ എങ്ങനെ തടയാം? പച്ചകുത്തൽ, കാത്, മൂക്കുകുത്തൽ എന്നിവയ്ക്ക് അണുവിമുക്തമാക്കിയ ഉപകരണങ്ങൾ ഉപയോഗിക്കുക. രക്തം സ്വീകരിക്കേണ്ടി വന്നാൽ അംഗീകൃത രക്തബാങ്കിൽ നിന്ന് മാത്രം രക്തം സ്വീകരിക്കുക. സുരക്ഷിതമായ ലൈംഗിക ബന്ധത്തിനായി കോണ്ടം ഉപയോഗിക്കുക. എല്ലാ നവജാത ശിശുക്കൾക്കും ജനന സമയത്ത് തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ നൽകുക. ഹെപ്പറ്റൈറ്റിസ് ബി രോഗപ്രതിരോധ കുത്തിവയ്പ് സ്വീകരിക്കുക. രോഗബാധിതയായ അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് രോഗം പകരുന്നത് തടയാൻ ജനന സമയത്ത് തന്നെ കുഞ്ഞിന് ഇമ്മ്യൂണോഗ്ലോബുലിൻ നൽകുക. ജില്ലാ മെഡിക്കൽ ഓഫീസ്, ആരോഗ്യം, ആരോഗ്യ കേരളം, കൊല്ലം.